ജനറേറ്ററുകളിൽ കാന്തമാണ് കറക്കുന്നത്. ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ജനറേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് DC ആയിരിക്കും. ഏത് കോയിലിലാണോ നാം വൈദ്യുതി നൽകുന്നത് അതാണ് പ്രൈമറി കോയിൽ. ഏത് കോയിലിലാണോ വൈദ്യുതി പ്രേരിതമാകുന്നത് അതാണ് സെക്കൻഡറി കോയിൽ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പവറിൽ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. AC-യുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും AC-യുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുമാണ്. ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇരു കോയിലിലെയും ചുറ്റുകളിലുള്ള EMF തുല്യമായിരിക്കും. Vp = Np × E and Vs = Ns × E. Transformer equation Vs/Vp = Ns/Np. It can also be written as Ip/Is = Vs/Vp. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ബാക്ക് EMF ഉണ്ടാക്കുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടേഴ്സ്. AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുതി പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിന് ഇൻഡക്ടർ ഉപയോഗിക്കുന്നു.